Welcome to Tiffany's Kitchen. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നല്ല കിഡിലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഞാൻ 2013 ട്രൈ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചു. അങ്ങനെ ഞാൻ റെസിപ്പിയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു ഫീഡ്ബാക്ക് തന്നിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. അന്ന് എങ്ങനെയാണോ തയ്യാറാക്കിയത് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇന്ന് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 വലിയ സവാള വളരെ കുഞ്ഞായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്ത സമയത്ത് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയും മസാലകളെ നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ. എരിവിനനുസരിച്ച് പച്ചമുളക് അതുപോലെ തന്നെ കുരുമുളക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അത് കാരണമാണ് ഞാൻ ഒറ്റ പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ളത്. 2 തണ്ട് കറിവേപ്പില എടുത്ത് നന്നായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 3 പുഴുങ്ങിയ മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ ആദ്യം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ബ്രെഡ് ബോളിൻ്റെയും അതുപോലെ തന്നെ അന്ന് ആ ഒരു 2013 ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുള്ള ബ്രെഡ് ബോളിൻ്റെയും ഫോട്ടോ ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ്, അതുപോലെ തന്നെ ഒരു ബൗളിൽ അല്പം വെള്ളം, ബ്രെഡ് ക്രംസ്, ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെക്കാം. ഇപ്പോൾ ഈ ഒരു എഗ്ഗ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ ഈ ഒരു അരിക് കളഞ്ഞിട്ടുള്ള ബ്രെഡ് ഒന്ന് മുക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്ത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നിറക്കണ്ട, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബോൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പാകത്തിനുള്ള മസാല ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം. ഇത് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ മസാല തീരുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് 10 മുതൽ 12 ബോൾ വരെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നാലും അതുപോലെ തന്നെ ഇഫ്താറിനൊക്കെ റെഡിയാക്കി എടുക്കാൻ, അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാനായിട്ടൊക്കെ വളരെ ഈസിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇനി ഓരോ ബോളും നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറായിട്ടൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുറം ഭാഗം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മാത്രം മതി. കാരണം ഉള്ളിലുള്ള ഫില്ലിങ് മുഴുവനായിട്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു പുറം മാത്രം ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മുഴുവൻ ബ്രെഡ് ബോളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.